ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. വിവിധ മാധ്യമങ്ങളിൽ കൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ആയുസ്സിൽ നൽകിയ അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങളെന്നെ കേൾക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ലോകമെമ്പാടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ പലപ്പോഴും വിളിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അനേക ദൈവമക്കൾ വിളിക്കുമ്പോൾ, അനേകം ആളുകൾ വിളിച്ച് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിശ്ചയമായും ഞങ്ങൾക്കത് വളരെയധികം പ്രോത്സാഹനജനകമാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കർത്താവിൻ്റെ വേല ഈ നാളുകളിൽ ശക്തമായി മുന്നോട്ട് പോകുവാൻ വളരെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥനയാണ് ഈ നാളുകൾ ഞങ്ങൾക്ക് ആവശ്യം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച ധാരാളം ആളുകൾ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്കായി ജീവിതം ഹോമിച്ച ധാരാളം ആളുകൾ ഈ നാളുകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ ഓർത്തുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. അവരുടെ പിന്നിൽ നിന്ന് സഹായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം അവിടെ ചെന്നെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് വിവിധ നിലയിൽ ഷാലോം മിനിസ്ട്രി ആയിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സഹകരണവും പ്രാർത്ഥനയും ഈ തരുണത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം. ഈ ശുശ്രൂഷയോട് നിങ്ങൾക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം. നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ധാരാളം വേദികൾ, ധാരാളം സ്ഥലങ്ങൾ, വലുതും സഫലവുമായിട്ടുള്ള വാതിലുകൾ ദൈവം ഈ നാളുകളിൽ തുറന്നു തരുവാനായി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നത് പഴയ നിയമത്തിലെ സങ്കേതനഗരങ്ങളെക്കുറിച്ച്, അഥവാ സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. അതിനകത്ത് യോർദാൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി 6 സങ്കേതനഗരങ്ങൾ ദൈവം കൽപ്പിച്ചു കൊടുത്തു. അതിനകത്ത് 6ാമത്തെ സങ്കേതനഗരമായ ഗോലാൻ എന്ന് പറയുന്ന സങ്കേതനഗരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു വരുന്നത്. തുടർച്ചയായിട്ടുള്ള വചന പഠന പരമ്പരയായതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും മെസ്സേജുകൾ ഇതിനകത്ത് നിന്ന് കേൾക്കുവാൻ കഴിയാതെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ നിങ്ങൾ കേൾക്കുകയും വചനം പഠിക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഗോലാൻ എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചപ്പോൾ ഗോലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സന്തോഷത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവമാണ് ആ സന്തോഷം നമുക്ക് തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സന്തോഷം എന്നുള്ളതിൻ്റെ എബ്രായ വാക്ക് സിംഹാഹ് എന്നുള്ള ഒരു വാക്കാണ്. നമ്മൾ 1 ശമൂവേൽ 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ആ വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, ഇസ്രയേലിൽ സന്തോഷം ഉണ്ടായിരുന്നത് കൊണ്ട് എന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. ഇസ്രയേലിൽ സന്തോഷം ഉണ്ടായിരുന്നത് കൊണ്ട്, അഥവാ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നതാണ് ആ സന്തോഷത്തിൻ്റെ എല്ലാം കാരണമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മൈൻഡ് ലെവലിൽ ലഭിക്കുന്ന സന്തോഷമുണ്ട്. പീസ് ലഭിക്കും, റെസ്റ്റ് ലഭിക്കും, അതുപോലെ തന്നെ ഇത് ശാന്തി ലഭിക്കും. ഇതൊക്കെ നമ്മുടെ മൈൻഡ് ലെവലിൽ ലഭിക്കുന്ന ഒരു സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ സ്പിരിറ്റ് ലെവലിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സന്തോഷമുണ്ട്. അത് ഫെയ്ത്തും ഹോപ്പും അതുപോലെ തന്നെ ലവുമാണ്, അഥവാ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും. ഈ 3ഉം നമ്മുടെ ആത്മാവിലാണ്, നമ്മുടെ മൈൻഡ് ലെവലിലല്ല. അതായത് മാനസിക മണ്ഡലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ശാന്തിയോ സമാധാനമോ ഒന്നുമല്ല. പ്രത്യാശയും വിശ്വാസവും ഒക്കെ കൊണ്ട് നമ്മുടെ അന്തരാത്മാവിൽ ലഭിക്കുന്ന ആ സന്തോഷം, അതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സന്തോഷം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും സന്തോഷത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വരാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ
യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് ഇടയന്മാരോട് പറയുകയാണ്. അതായത് സർവ്വ ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറയുന്നത് എവിടെയാണ്? അത് യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം ലോകത്തിന് പ്രദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ എല്ലാവർക്കും അന്ന് മുതൽ സന്തോഷമാണ്. നമുക്കറിയാം, ജനിച്ച് ഏകദേശം 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 8-ാം ദിവസം അവിടെ ഇതാ ദേവാലയത്തിൽ യേശുവിനെ പരിച്ഛേദന ഏൽപ്പിക്കുവാനായി മാതാപിതാക്കൾ ദൈവസ്ഥനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതാപിതാക്കൾ ദൈവസ്ഥനിൽ അവൻ യേശുവിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ചില വർഷങ്ങളായിട്ട് വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. വളരെ പ്രായമുള്ള ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ പ്രവാചകിയായ ഹന്നായും പ്രവാചകനായ അവിടെ ശിമിയോനും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ ശിമിയോൻ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിനെ മറിയയുടെ കയ്യിൽ നിന്ന് തൻ്റെ കയ്യിലേക്ക് ആ ശിശുവിനെ ഏന്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. വളരെ വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച, വളരെ പരിചയമുള്ള, വളരെ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദൈവദാസൻ പറയുകയാണ്, നാഥ, സമാധാനത്തോടെ എന്നെ വിട്ടയച്ചാലും നീ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇതുവരെ സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ പരമാർത്ഥമായിട്ട് പറയും, യേശുവിനെ കരങ്ങളിൽ ഏന്താത്ത കാലത്തോളം, ആ രക്ഷ കാണാത്തടത്തോളം സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിയില്ല, സമാധാനം എന്താണെന്ന് അറിയാൻ കഴിയില്ല. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമുള്ള സന്തോഷം നിങ്ങളുടെ അന്തരാത്മാവിൽ പൊങ്ങി വരുന്നത് എപ്പോഴാണ്? വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ അകത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്, അകത്ത് വരുന്ന ഒരു സമാധാനമുണ്ട്. അശുദ്ധനായി അനാത്മീയനായി നടന്ന കാലഘട്ടങ്ങളിൽ കേവലം 18 വയസ്സുള്ള സന്ദർഭത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിച്ച നാൾ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. 1986 ഓഗസ്റ്റ് മാസം 28-ാം തീയതി രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമാണ്. എൻ്റെ വിലാപത്തെ നൃത്തമാക്കിയ ദിവസം, എൻ്റെ രട്ടഴിച്ച് എന്നെ ഉത്സവസ്ത്രം ധരിപ്പിച്ച ദിവസം, എൻ്റെ സ്തുതി എന്ന മേലാട എന്റെ മേൽ ധരിപ്പിച്ച ദിവസം, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനായ ദൈവത്തിന്റെ ആ ദിവസം, കുണ്ടറയിൽ നിന്ന് എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ദിവസം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഹല്ലേലൂയ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിലേക്ക് എന്നെ വിളിച്ചു കയറ്റിയ ദിവസം, സന്തോഷത്തിന്റെ ദിവസം, ആനന്ദത്തിന്റെ ദിവസം, നൃത്തം ചവിട്ടിയ ദിവസം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എൻ്റെ ഉള്ളിൽ വന്ന ദിവസം, എൻ്റെ ജീവിതമാകപ്പാടെ മാറി മറിഞ്ഞ ദിവസം, ആ ദിവസം യേശുവിനെ സ്വീകരിച്ച ദിവസമായിരുന്നു. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങളുടെ അകത്ത് ആ ദൈവകൃപയുടെ സന്തോഷം തിളച്ചു മറിയുന്നില്ല എങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കുക. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്ത് ആ ഗോലാൻ എന്ന് പറയുന്ന സങ്കേതനഗരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ആ സന്തോഷത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ആരെല്ലാം യേശുവിനെ കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം സന്തോഷമുണ്ടായി. യേശു ജനിക്കുന്ന സമയത്ത് ആകാശത്തിലൊരു നക്ഷത്രം അവിടെ ഇതാ ഉദിച്ചു നിൽക്കുന്നു. നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായി, ഇടയന്മാരോട് ലോകത്തിലെങ്ങും ഉണ്ടാകാനുള്ള, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇടയന്മാരോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവരോട് നേരിട്ട് പറയുക. എന്നാൽ ഇവർ കിടക്കുന്ന ആ ആകാശത്തിന്റെ മുകളിൽ തന്നെയാണ് ഒരുപക്ഷെ ആ മനോഹരമായ നക്ഷത്രം ഉയർന്നു നിൽക്കുന്നത്. ആ നക്ഷത്രം കണ്ടാൽ ഈ ഇടയന്മാർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുന്ന
ആ വിദ്വാൻമാരായ ആളുകൾക്ക് ആകാശത്തിൽ കണ്ട നക്ഷത്രം കണ്ടാൽ, അതിൻ്റെ പ്രത്യേകത കണ്ടാൽ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ദൈവം അവരവരുടെ അറിവിനനുസരിച്ചാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ആ സന്തോഷം അനുഭവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് അപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം ഹല്ലേലൂയ ഈ നക്ഷത്രത്തെ അവരുടെ മുകളിൽ ആമേൻ അങ്ങനെ അയച്ചപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ ആ നക്ഷത്രത്തെ അഥവാ ഹല്ലേലൂയ ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് മത്തായി 2:10 കാണാൻ കഴിയുന്നു. ലൂക്കോസ് 2:10 സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് തന്നെ മത്തായിയിൽ കൂടെയും ദൈവാത്മാവ് പറയുന്നു, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ടായി. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ടായി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര്, നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർക്ക് സന്തോഷമുണ്ടായെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് എത്രമാത്രം സന്തോഷം വന്നു കാണും. വിദ്വാൻമാർ സന്തോഷിച്ചു എന്ന് തിരുവചനം പറയുന്നു. യേശുവിനെ കണ്ടിട്ട് ഹേരോദാവ് സന്തോഷിച്ചു എന്ന് ദൈവവചനം പറയുന്നു. ശിഷ്യന്മാര് യേശുവിനെ കണ്ടിട്ട് സന്തോഷിച്ചു എന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടിട്ട് അവർ സന്തോഷിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. യേശുവിനെ കണ്ട ഹല്ലേലൂയ എല്ലാവർക്കും സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ശിമിയോന് മാത്രമല്ല സന്തോഷമുണ്ടായത്, യേശുവിനെ ആരെല്ലാം കണ്ടോ അവർക്കെല്ലാം വലിയ സന്തോഷമുണ്ടായി. നമ്മൾ ലൂക്കോസ് 19 വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നു. അവന് ദൈവമായിട്ടൊന്നും വലിയ ബന്ധമില്ലായിരുന്നു. വളർച്ചയിൽ കുരുടനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു വരവേ ഒരു ദിവസം നസ്രയത്തുകാരൻ യേശു അതിലേ വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വൃക്ഷത്തിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പുരുഷാരത്തിൽ ആർക്കും അറിയത്തില്ല യേശു എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ യേശു എവിടെ പോകാനാണ് വന്നത് എന്ന് യേശുവിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ പ്രേരണ ദൈവം കൊടുത്തു. ഹല്ലേലൂയ, നീ യെരിഹോവിൻ്റെ ആ വഴിയിൽ കൂടെ നീ മുമ്പോട്ട് പോകുക. ഹല്ലേലൂയ. അവിടെ ഇതാ യേശുവിനെ കാണാനായിട്ടിരുന്ന ആ മനുഷ്യന്റെ കാര്യം നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. ആ മനുഷ്യന്റെ അരികിൽ വന്നപ്പോൾ, ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ യേശു ഉയരത്തിലേക്ക് ആമേൻ നോക്കിയിട്ട്, സക്കായി വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, യേശു അവന്റെ വീട്ടിൽ പാർക്കാൻ ചെല്ലുകയാണ്. യേശു അവന്റെ വീട്ടിൽ ചെന്നതിന് ഫലമായി എന്ത് സംഭവിച്ചു? അവനെക്കുറിച്ച് പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഈ വീടിന് രക്ഷ വന്നു. ആ വീട്ടിൽ വലിയ സന്തോഷം. അവന്റെ അകത്ത സന്തോഷം തിളയ്ക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം സമ്പത്തുകൾ ഉണ്ടാക്കി കൂട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തരാത്ത വലിയ സന്തോഷം ഇപ്പോൾ തൻ്റെ അന്തരാത്മാവിൽ വന്നിരിക്കുന്നു. അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ ചതുവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടി കൊടുക്കാൻ തയ്യാറാണ്. എന്താ കാരണം? അവൻ്റെ സന്തോഷമാണ്, അവൻ്റെ ഉള്ളിലുള്ള വലിയ സമാധാനമാണ്. അവന് മനസ്സിലായി താനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും അല്ല സന്തോഷം തരുന്നത്, പിന്നെയോ യേശുവിനെ കണ്ടത്, ദൈവത്തെ കണ്ടതാണ് സന്തോഷം. ആ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വിട്ടുകളയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും ആത്മാവിൽ ഉയരാത്തതിൻ്റെ കാരണം നമ്മൾ പലതും ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ പലതും ഇങ്ങനെ അതിൽ ആശ്രയിച്ച് അതിൽ സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കതുകൊണ്ട് ഉയരത്തിൽ പറക്കാനായിട്ട് കഴിയുന്നില്ല. മുൻകാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും, വലിയ ഹൈഡ്രജൻ ബലൂണുകൾ ഉണ്ടാക്കിയിട്ട് ഈ പ്ലെയിനുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ആളുകൾ ആകാശത്തിലൂടെ പറക്കുവാനായിട്ട് ഹൈഡ്രജൻ ബലൂണിൽ കൂടെ ബലൂണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കൊട്ട പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആളുകൾ കയറി ഇരുന്ന് അങ്ങനെ പറക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഇത് പൊങ്ങി പെട്ടെന്ന് പോകാതിരിക്കുവാനായിട്ട് മണൽ ചാക്കുകൾ നിറച്ച മണൽ അതിനകത്ത് വെച്ചിരിക്കും. ഓരോ പ്രാവശ്യവും ഇതിനകത്ത് കയറിയിരിക്കുന്ന ആളുകൾ ഈ മണൽ ചാക്കുകൾ എടുത്ത് വെളിയിലേക്ക് കളയുമ്പോൾ അല്പം പൊങ്ങി വരും.
അങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ എത്രയും പൊങ്ങിപ്പോകണമോ അത്രയും മണൽച്ചാക്കുകൾ പുറത്തേക്ക് കളഞ്ഞാൽ മതി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഉയരണമോ, ആത്മീയ സന്തോഷം വേണമോ, ഭൗതികമായ ചില കാര്യങ്ങളെല്ലാം വിട്ടുകളയുക, ഉപേക്ഷിച്ച് കളയുക. നമുക്കതിനകത്ത് തരുന്ന സന്തോഷം താൽക്കാലികമാണ്. എന്നാൽ നിത്യതയുടെ സന്തോഷം നമ്മുടെ അകത്ത് തിളച്ചു മറിയണമെന്നുണ്ടെങ്കിൽ ഭൗതികമായ പല കാര്യങ്ങളിലും ദൈവത്തിന് വചനം പറയുന്ന സമ്പത്ത് വർദ്ധിക്കത്തില്ലെന്നല്ല, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. നമ്മുടെ സന്തോഷം ക്രിസ്തുവിലുള്ള സന്തോഷമായിരിക്കട്ടെ. അതുകൊണ്ട് യേശു നൽകുന്ന, ദൈവം നൽകുന്ന സന്തോഷം ഗോലാൻ എന്ന് പറയുന്ന സന്തോഷം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിലെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുവിന്റെ കൂടെയുള്ള പുരുഷാരം തന്നെത്താൻ മറന്ന് സന്തോഷിക്കുകയാണ്. ദൈവോത്രന് ഹോസന വിളിച്ചും കൊണ്ട് അവിടെ വലിയ സന്തോഷം, ആനന്ദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്താണ് നമുക്ക് ഈ സന്തോഷം ലഭിക്കാൻ കാരണം? ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷമായി മാറുന്നത്. ദൈവത്തിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. നമ്മുടെ ആ സന്തോഷത്തിലേക്ക്, ആമേൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ സന്തോഷത്താൽ അവിടുത്തെ ഹൃദയം സന്തോഷിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. നമുക്ക് ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയാൽ ഇടയൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. എന്താണത്? സ്വർഗത്തിൽ വലിയ സന്തോഷം, ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷം, ദൈവത്തിന് വലിയ സന്തോഷം. എപ്പോഴാണ്? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, നമ്മൾ കാണാതെ പോയ ഒരാടായിരുന്നു, കണ്ടുകിട്ടുന്ന ഇടയൻ അതിനെ സന്തോഷിച്ച് ചുമലെടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സന്തോഷിക്കും, അതിനുശേഷമാണ് ചുമലെടുക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവ് എന്നെ തേടി വന്ന് എന്നെ മടക്കി കിട്ടിയ ദിവസത്തിൽ അവിടുത്തെ ഹൃദയത്തിൽ എത്രയോ സന്തോഷമായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നെങ്കിൽ നിങ്ങളെ തേടി യേശു ഈ വചനവുമായി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. നിങ്ങളുടെ അന്തരാത്മാവിൽ ഹല്ലേലൂയ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നിങ്ങളെ മടക്കി ലഭിക്കുന്ന ദിവസത്തിൽ, നിങ്ങളെ മടക്കി ലഭിക്കുന്ന ആ മണിക്കൂറുകളിൽ സ്വർഗത്തിൽ എന്തോ ഒരു സന്തോഷമാണ്, വലിയ ആനന്ദമാണ് ഉണ്ടാകുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ, യേശുവിനായിട്ട് ഹൃദയം കൊടുക്കുമ്പോൾ വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സന്തോഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്തോഷം വരുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന ഒരു അനുഭവം ഉണ്ടാകും. ലൂക്കോസിന് ശേഷം 10-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിനകത്ത് സന്തോഷിക്കാനായിട്ട് വകയുണ്ട്. എന്നെ പലപ്പോഴും വളരെ ചിന്തിപ്പിച്ചുള്ള ഒരു കാര്യമാണ്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? ലോകത്തിൽ 700 കോടി ആളുകൾ ഉണ്ടായിരിക്കെ എൻ്റെ പേരുള്ള ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ വേറെയും കാണാം. എന്നാൽ എൻ്റെ പേര് ദൈവം സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ ഒരുപക്ഷെ നമ്മുടെ പേര് ഓർത്തെന്ന് പോലും വരികയില്ല. എന്നാൽ നമ്മുടെ പേരും ഓമന പേരും അറിയുന്ന ഒരു നല്ല സ്വർഗീയ പിതാവ്, ആ പേരുകൾ സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. സ്വർഗത്തിന് നമ്മുടെ പേരറിയാം, നമ്മുടെ ഓമന പേരറിയാം. നമ്മളെ ഉള്ളതുപോലെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുൻപേ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മളെ അറിഞ്ഞവനായ ദൈവം, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തവനായ ദൈവം, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെയൊക്കെ ക്രിസ്തു യേശുവിൽ ദൈവം തിരഞ്ഞെടുത്തു. സ്വർഗത്തിൽ നമ്മുടെ പേര് കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വല നന്നാക്കിക്കൊണ്ട് അപ്പൻ്റെ കൂടെ ഇരുന്ന ആ യോഹന്നാന്, സബരി മക്കളെന്നറിയപ്പെടുന്ന യാക്കോബ് യോഹന്നാനും കൂടെ അപ്പൻ്റെ കൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു വന്ന് ഒരു സ്വർഗീയ വിളി കൊണ്ട് അവനെ വിളിക്കുന്നത്, പരമവിളി കൊണ്ട് അവനെ വിളിക്കുന്നത്.
ആശ വെച്ച് അവനെ വിളിക്കുന്നത്, ഓഹരി കൊടുക്കുവാൻ അവനെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വിളി കേട്ടപ്പോൾ അവനതിൻ്റെ വലിയ ഗൗരവമൊന്നും മനസ്സിലായില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഏകദേശം 10-60 വർഷങ്ങൾ പിന്നിട്ട് കാണും, താനിപ്പോൾ ഒരു ഏകാന്തതയിലായിരിക്കുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ ഹല്ലേലൂയ അവൻ ആത്മവിവശതയിലായപ്പോൾ പടിപടിയായി ചില കാര്യങ്ങൾ അവനെ ദൈവം കാണിക്കുകയുണ്ടായി. ആ പത്മോസിന്റെ ഏകാന്തതയിൽ താൻ കണ്ട കാര്യം ഹല്ലേലൂയ ആമേൻ വെളിപ്പാട് പുസ്തകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം, ആ സ്വർഗത്തിലെ അല്ലെങ്കിൽ പുത്തനെരുശലേമിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാഴ്ച കാണിക്കുമ്പോൾ പുത്തനെരുശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച അവൻ കണ്ടപ്പോൾ ഹല്ലേലൂയ ആ പുത്തനെരുശലേമിന്റെ മതിലും അടിസ്ഥാനവും എല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് ഇതാ തൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. യോഹന്നാന്റെ പേര് അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ പേര് അവിടെ എഴുതി വെക്കുമ്പോൾ അവന് ആമേൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഞാൻ ആ വിളി കേൾക്കാതെ ആ അപ്പനോടുകൂടെ ആമേൻ പഴയ വലയം എടുത്തുകൊണ്ട് വീണ്ടും യേശുവിൻ്റെ വാക്കനുസരിക്കാതെ തൻ്റെ കാര്യം നോക്കി പോയിരുന്നെങ്കിൽ അവൻ്റെ പേര് അവിടെയെങ്കിലും കാണത്തില്ലായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര്, ആ സ്വർഗീയ വിളി കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വിളി കേൾക്കുമ്പോൾ, ആശ വെച്ചുള്ള അവൻ്റെ വിളി കേൾക്കുമ്പോൾ നമ്മൾ ആ വിളിയെ മറുത്തുകൊണ്ട് പോകല്ലേ. യേശു വിളിക്കുന്നത് നിത്യമായ വിളിയാണ്. അവിടെ ആ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുവാൻ വേണ്ടി, സ്വർഗത്തിൽ പേരെഴുതിയ ആ സന്തോഷം തരുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് ഗോലാൻ എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷമെന്നാണ്. ആ സന്തോഷമാകുന്ന സങ്കേതനഗരത്തിലേക്ക് ഓടിക്കയറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് സന്തോഷം പലപ്പോഴും ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നവരാണ്. ജഡത്തിൽ സകല മനുഷ്യർക്കുള്ള ഒരു വലിയ ബലഹീനതയാണ് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ താൽക്കാലികമായ സന്തോഷങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ നിത്യമായ സന്തോഷം തരുവാൻ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്ത് വലിയ സന്തോഷം. കാരണം എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളം മരിച്ചു പോകുമ്പോൾ എങ്ങോട്ട് പോകുമെന്നുള്ള വലിയ ഭീതി ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവരുടെ അന്തരാത്മാവിനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. പ്രത്യാശ ദൂരത്തേക്ക് അക്കരെ പോകാൻ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് അറിയാം. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ അവിടെ ചെല്ലും. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ വസിക്കുന്ന കോടാനുകോടി യുഗങ്ങൾ വസിക്കുന്ന ആ സന്തോഷ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല നമ്മൾ ഈ സന്തോഷം, താൽക്കാലിക സന്തോഷം ആമേൻ വിട്ട് നിത്യ സന്തോഷത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു സർക്കസ് കൂടാരത്തിൽ എല്ലാ ആളുകളെയും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജോക്കർ ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം കയറിയ ഉടനെ തന്നെ ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങും. ധാരാളം ആളുകളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ആ മനുഷ്യൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിൽ യാതൊരു സമാധാനവുമില്ല, സ്വസ്ഥതയുമില്ല. അദ്ദേഹം വിചാരിച്ചു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം. അദ്ദേഹം പോയി കണ്ടു, പല കാര്യങ്ങൾ സംസാരിച്ചു, ചോദിച്ചു. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തോട് ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ജോലിയുടെ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ അടുത്ത് ഒരു സർക്കസ് കൂടാരമുണ്ട്. ആ കൂടാരത്തിനകത്ത് ഒരു ജോക്കറുണ്ട്. ആ ജോക്കർ എല്ലാവരെയും ചിരിപ്പിക്കുന്നവനാണ്. നിങ്ങൾ അതൊക്കെ കേട്ട് നല്ലതുപോലെ ചിരിച്ചാൽ, സന്തോഷിച്ചാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സൈക്കോളജിസ്റ്റ് പറഞ്ഞു. അല്പസമയം ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ആ ഡോക്ടറോട് വളരെ വിനയത്തോടെ ആ ജോക്കർ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ആ സർക്കസ് കൂടാരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ചിരിപ്പിക്കുന്ന വ്യക്തി ഞാനാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ സന്തോഷമില്ല. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ പുറമേ നിൽക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടെന്ന് തോന്നിപ്പോകും. എന്നാൽ ലോകത്തെ സന്തോഷിപ്പിക്കുന്ന പലരുടെ ഉള്ളിൽ സമാധാനവും സന്തോഷമില്ലാത്തതുകൊണ്ട് അവർ ആത്മഹത്യക്കായി ഒരുങ്ങുന്നു. നിങ്ങൾ അതിൽ പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു തരുന്ന സൗജന്യമായ സന്തോഷത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കരുതട്ടെ. വിശുദ്ധ പത്രോസ് തന്റെ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, പ്രവാചക വാക്യവും നമുക്ക് അധികം സ്ഥിരമായിട്ടുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം പ്രകാശിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ അതിനെ നമ്മൾ കരുതി കൊള്ളേണ്ടിയിരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇരുട്ട് വരുമ്പോൾ, ജീവിതത്തിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രകാശിക്കുവാൻ കഴിയുന്ന വചനമുണ്ട്. ചിലതിനെയൊക്കെ ശത്രു മൂടിക്കൊണ്ടു പോകുമ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുവാൻ നമ്മുടെ കയ്യിൽ ദൈവവചനത്തിൻ്റെ വിളക്ക് അത്യാവശ്യമായിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൻ്റെ 4 മൂലയ്ക്ക് നിന്ന് അനേക കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ അടിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ കിട്ടിയ ഈ ദൈവവചനത്തിൻ്റെ വിളക്ക് കെട്ടുപോകാതെ വണ്ണം നമുക്ക് സൂക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മുടെ അകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവവചനം, നമ്മുടെ സഭയ്ക്കകത്തുള്ള ദൈവവചനത്തിൻ്റെ വിളക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ദൈവവചനത്തിൻ്റെ വിളക്ക്, നമ്മുടെ വീട്ടിനകത്തുള്ള ദൈവവചനത്തിൻ്റെ വിളക്ക്, ഈ നാളുകളിൽ ഈ മീഡിയകളിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പാടുകളുടെ വിളക്ക്, ഹല്ലേലൂയ, കെട്ടുപോകാതെ വണ്ണം ഈ ദിവസങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ ശക്തിയോടെ വെളിപ്പെട്ട് കിട്ടേണ്ടതിനായി, അത് നിലനിൽക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഈ നാളുകളിൽ നമ്മുടെ മുറിക്കകത്ത് പ്രാപിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കണം. ഓരോ വചനവും വായിക്കുമ്പോൾ അത് ജീവനും ചൈതന്യവും ഉള്ളതായതുകൊണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ അസ്ഥി മജ്ജകൾക്കകത്തേക്ക് കടന്നു കയറുന്നത് പോലെയുള്ള ആത്മീയ അനുഭവം നമുക്കുണ്ടാകുകയും നമുക്ക് കിട്ടുന്ന വെളിപ്പാടുകൾ ഒരാളിനോടെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നടത്തുവാനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ, ഒരുപക്ഷെ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്നാൽ എല്ലാ ദിവസവും രാവിലെ വായിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ കൊച്ചു കൈത്തിരി അല്ലെങ്കിൽ ഒരാൾക്ക് കൈമാറുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ താല്പര്യമുണ്ട്. നമുക്കതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ ഒരു പ്രത്യേക നിയോഗം അല്ലെങ്കിൽ ആ വിധത്തിലൊരു ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം ചെയ്യപ്പെടൽ ഇന്ന് ഈ സമയത്ത് നടക്കും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഐക്യമത്യപ്പെട്ട് വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്ന വചനം അനേക സ്ഥലങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് ആമേൻ വെളിച്ചമായി പ്രകാശിക്കുവാൻ, ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിട്ടുള്ള ആ വചനം, ആ ക്രിസ്തുവാകുന്ന വചനം അനേകരിലേക്ക് പകരപ്പെടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ സഹായിക്കും എന്നുള്ളതിനായി സ്തോത്രം. കർത്താവേ, വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകുന്ന അനുഭവം. ആമേൻ, അങ്ങനെയുള്ളവരെ ഇന്ന് പകൽക്കാലം ആമേൻ ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിന്റെ അത്ഭുത കരം നീട്ടി അവരെ സഹായിക്കും എന്നുള്ളതിനായി കർത്താവേ, ഹല്ലേലൂയ, നിന്റെ വചനത്തിന്റെ വാഹകരായി മാറട്ടെ. നിന്റെ വചനത്തിന്റെ പ്രകാശം ആമേൻ ഹല്ലേലൂയ വികാസപ്രദമാകുന്നു എന്ന് അവിടുത്തെ വചനമാകുന്നത് കൊണ്ട് സ്തോത്രം. ഈ നാളുകളിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവ് തന്നെ അത് ചെയ്തെടുക്കും എന്നുള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്നു, കൃതോ കേൾക്കുമാറാകണമേ. ചിലരെ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം കർത്താവ് ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കും. നിങ്ങൾ അതിനായി ഒരു തുറന്ന ഹൃദയത്തോടെ കാത്തിരുന്നാലും ദൈവവചനത്തിന്റെ ശുശ്രൂഷ, ഒരുപക്ഷെ നിങ്ങൾ വലിയ സ്റ്റേജുകളിലൊന്നും പ്രസംഗിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ നിങ്ങളുടെ അകത്ത് കിട്ടുന്ന വെളിപ്പാട് ഹല്ലേലൂയ അതാത് ദിവസങ്ങളിൽ അവർക്ക് അത്യാവശ്യമുള്ള ചിലരുടെ ഉള്ളിലേക്ക് ഹല്ലേലൂയ പകർന്നു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം.